അധ്യായം 20. ത്വാഹ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 135. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. ത്വാഹ, നിനക്ക് നാം ഈ ഖുർആൻ ഇറക്കിയത് നീ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല. ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. ഭയഭക്തിയുള്ളവരെ ഓർമ്മിപ്പിക്കാനായി മാത്രമാണ്. തൻസീലൻ മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ. ഭൂമിയും അത്യുന്നതമായ ആകാശങ്ങളും സൃഷ്ടിച്ചവനിൽ നിന്ന് അവതീർണമായതാണിത്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. ആ പരമകാരുണികനായ അല്ലാഹു സിംഹാസനസ്ഥനായിരിക്കുന്നു. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വമാ ബൈനഹുമാ വമാ തഹ്തസ് സറാ. ആകാശങ്ങളിലും ഭൂമിയിലും അവയ്ക്കിടയിലുമുള്ളതെല്ലാം അവന്റേതാണ്, മണ്ണിനടിയിലുള്ളതും. വഇൻ തജഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമുസ് സിർറ വഅഖ്ഫാ. നിനക്ക് വേണമെങ്കിൽ വാക്ക് ഉറക്കെ പറയാം, എന്നാൽ അല്ലാഹു രഹസ്യമായതും പരമനിഗൂഢമായതുമെല്ലാം നന്നായി അറിയുന്നവനാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്നാ. അല്ലാഹു, അവനല്ലാതെ ദൈവമില്ല, ഉത്കൃഷ്ടനാമങ്ങളെല്ലാം അവനുള്ളതാണ്. വഹൽ അതാക ഹദീസു മൂസാ. മൂസയുടെ കഥ നിനക്ക് വന്നെത്തിയോ? ഇദ് റആ നാറൻ ഫഖാല ലിഅഹ്ലിഹിം കുസൂ ഇന്നി ആനസ്തു നാറൻ ലഅല്ലി മിൻഹാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഹുദാ. അദ്ദേഹം തീ കണ്ട സന്ദർഭം. അപ്പോൾ അദ്ദേഹം തന്റെ കുടുംബത്തോട് പറഞ്ഞു, ഇവിടെ നിൽക്കൂ, ഞാനിതാ തീ കാണുന്നു. അതിൽ നിന്ന് ഞാൻ അല്പം തീയെടുത്ത് നിങ്ങൾക്കായി കൊണ്ടുവരാം. അല്ലെങ്കിൽ അവിടെ വല്ല വഴികാട്ടിയെയും ഞാൻ കണ്ടെത്തിയേക്കാം. ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസാ. അങ്ങനെ അദ്ദേഹം അവിടെ എത്തിയപ്പോൾ ഒരു വിളി കേട്ടു, മൂസ. ഇന്നി അന റബ്ബുക ഫഖ്ലഅ നഅലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. നിശ്ചയം ഞാൻ നിന്റെ നാഥനാണ്, അതിനാൽ നീ നിന്റെ ചെരിപ്പ് അഴിച്ചുവെക്കുക. തീർച്ചയായും നീ ഇപ്പോൾ വിശുദ്ധമായ തുവാ താഴ്വരയിലാണ്. വഅന ഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹാ. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അതിനാൽ വഹിയായി ലഭിക്കുന്നത് നന്നായി കേട്ടു മനസ്സിലാക്കുക. ഇന്നനീ അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. തീർച്ചയായും ഞാൻ തന്നെ അല്ലാഹു, ഞാനല്ലാതെ ദൈവമില്ല, അതിനാൽ എനിക്ക് വഴിപ്പെടുക. എന്നെ ഓർക്കാനായി നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക. ഇന്നസ്സാഅത ആതിയതുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. തീർച്ചയായും അന്ത്യനാൾ വന്നെത്തുക തന്നെ ചെയ്യും. അതെപ്പോഴെന്നത് ഞാൻ മറച്ചുവെച്ചിരിക്കുകയാണ്. ഓരോ വ്യക്തിക്കും തന്റെ അധ്വാന ഫലം കൃത്യമായി ലഭിക്കാൻ വേണ്ടിയാണിത്. ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദാ. അതിനാൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കാതിരിക്കുകയും തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയും ചെയ്യുന്നവർ നിന്നെ വിശ്വാസത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിച്ചു കളയാതിരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാൽ നീയും നാശത്തിലകപ്പെടും. വമാ തിൽക ബിയമീനിക യാ മൂസാ. മൂസ,
നിന്റെ വലത് കൈയിലെന്താണ്? قال هي عصاي أتوكأ عليها وأهش بها على غنمي ولي فيها مآرب أخرى. മൂസ പറഞ്ഞു, ഇതെന്റെ വടിയാണ്, ഞാൻ ഇതിന്മേൽ ഊന്നി നടക്കുന്നു. ഞാൻ ഇതുകൊണ്ട് എന്റെ ആടുകൾക്ക് ഇല വീഴ്ത്തിക്കൊടുക്കുന്നു. ഇതുകൊണ്ട് എനിക്ക് വേറെയും ചില ആവശ്യങ്ങളുണ്ട്. قال ألقها يا موسى. അല്ലാഹു കൽപ്പിച്ചു, മൂസ, നീ ആ വടി താഴെയിടൂ. فألقاها فإذا هي حية تسعى. അദ്ദേഹം അത് താഴെയിട്ടു. പെട്ടെന്നതാ അതൊരിഴയുന്ന പാമ്പായിത്തീരുന്നു. قال خذها ولا تخف سنعيدها سيرتها الأولى. അല്ലാഹു പറഞ്ഞു, അതിനെ പിടിക്കൂ, പേടിക്കേണ്ട, നാം അതിനെ പൂർവസ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. واضمم يدك إلى جناحك تخرج بيضاء من غير سوء آية أخرى. നിന്റെ കൈ നീ കക്ഷത്ത് ചേർത്ത് വെക്കുക, അപ്പോഴത് ദോഷമേതുമില്ലാതെ വെളുത്തു തിളങ്ങുന്നതായി പുറത്തുവരും. ഇത് മറ്റൊരു ദൃഷ്ടാന്തമാണ്. لنريك من آياتنا الكبرى. നമ്മുടെ മഹത്തായ ചില ദൃഷ്ടാന്തങ്ങൾ നിന്നെ കാണിക്കാൻ വേണ്ടിയാണിത്. اذهب إلى فرعون إنه طغى. നീ ഇനി ഫിർഔന്റെ അടുത്തേക്ക് പോകൂ, അവൻ കടുത്ത ധിക്കാരിയായി തീർന്നിരിക്കുന്നു. قال رب اشرح لي صدري. മൂസ പറഞ്ഞു, എന്റെ നാഥ, എനിക്ക് നീ ഹൃദയവിശാലത നൽകണമേ. ويسر لي أمري. എന്റെ കാര്യം എനിക്ക് നീ എളുപ്പമാക്കി തരണമേ. واحلل عقدة من لساني. എന്റെ നാവിന്റെ കുരുക്കഴിച്ചു തരണമേ. يفقه قولي. എന്റെ സംസാരം ജനം മനസ്സിലാക്കാനാവും വിധമാക്കണമേ. واجعل لي وزيرا من أهلي. എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു സഹായിയെ ഏർപ്പെടുത്തി തരണമേ. هارون أخي. എന്റെ സഹോദരൻ ഹാറൂനെ തന്നെ. أشدد به أزري. അവനിലൂടെ എന്റെ കഴിവിന് മികവ് വരുത്തണമേ. وأشركه في أمري. എന്റെ ദൗത്യത്തിൽ അവനെ നീ പങ്കാളിയാക്കണമേ. كي نسبحك كثيرا. ഞങ്ങൾ നിന്റെ വിശുദ്ധി ധാരാളമായി വാഴ്ത്താനാണിത്. ونذكرك كثيرا. നിന്നെ നന്നായി ഓർക്കാനും. إنك كنت بنا بصيرا. തീർച്ചയായും നീ ഞങ്ങളെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നവനാണല്ലോ. قال قد أوتيت سؤلك يا موسى. അല്ലാഹു അറിയിച്ചു, മൂസ, നീ ചോദിച്ചതൊക്കെ നിനക്കിതാ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ولقد مننا عليك مرة أخرى. മറ്റൊരിക്കലും നിന്നോട് നാം ഔദാര്യം കാണിച്ചിട്ടുണ്ട്. إذ أوحينا إلى أمك ما يوحى. വഹിയിലൂടെ നൽകപ്പെടുന്ന കാര്യം നാം നിന്റെ മാതാവിന് ബോധനം നൽകിയപ്പോഴാണത്. أن اقذفيه في التابوت فاقذفيه في اليم فليلقه اليم بالساحل يأخذه عدو لي وعدو له وألقيت عليك محبة مني ولتصنع على عيني. അതിതായിരുന്നു, നീ ആ ശിശുവെ പെട്ടിയിലടക്കം ചെയ്യുക, എന്നിട്ട് പെട്ടി നദിയിലൊഴുക്കുക. നദി അതിനെ കരയിലെത്തിക്കും. എന്റെയും ആ ശിശുവിന്റെയും ശത്രു അവനെ എടുക്കും. മൂസ, ഞാൻ എന്നിൽ നിന്നുള്ള സ്നേഹം നിന്റെ മേൽ വർഷിച്ചു, നീ എന്റെ മേൽനോട്ടത്തിൽ വളർത്തപ്പെടാൻ വേണ്ടി. إذ تمشي أختك فتقول هل أدلكم على من يكفله فرجعناك إلى أمك كي تقر عينها ولا تحزن وقتلت نفسا فنجيناك من الغم وفتناك فتونا فلبثت سنين في أهل مدين ثم جئت على قدر يا موسى.
നിന്റെ സഹോദരി നടന്നു പോവുകയായിരുന്നു. അവൾ അവിടെ ചെന്നിങ്ങനെ പറഞ്ഞു, ഈ കുഞ്ഞിനെ നന്നായി പോറ്റാൻ പറ്റുന്ന ഒരാളെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അങ്ങനെ നിന്നെ നാം നിന്റെ മാതാവിന്റെ അടുത്തു തന്നെ തിരിച്ചെത്തിച്ചു, അവളുടെ കൺകുളിർക്കാൻ, അവൾ ദുഃഖിക്കാതിരിക്കാനും. നീ ഒരാളെ കൊന്നിരുന്നുവല്ലോ, എന്നാൽ അതിന്റെ മനപ്രയാസത്തിൽ നിന്ന് നിന്നെ നാം രക്ഷിച്ചു. പലതരത്തിലും നിന്നെ നാം പരീക്ഷിച്ചു. പിന്നീട് കൊല്ലങ്ങളോളം നീ മദിയൻകാരുടെ കൂടെ താമസിച്ചു. അനന്തരം, അല്ലയോ മൂസ, ഇതാ ഇപ്പോൾ ദൈവനിശ്ചയമനുസരിച്ച് നീ ഇവിടെ വന്നിരിക്കുന്നു. واصطنعتك لنفسي ഞാനിതാ നിന്നെ എനിക്ക് വേണ്ടി വളർത്തിയെടുത്തിരിക്കുന്നു. اذهب أنت وأخوك بآياتي ولا تنيا في ذكري എന്റെ തെളിവുകളുമായി നീയും നിന്റെ സഹോദരനും പോവുക. എന്നെ സ്മരിക്കുന്നതിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത്. اذهبا إلى فرعون إنه طغى നിങ്ങൾ ഇരുവരും ഫിർഔന്റെ അടുത്തേക്ക് പോവുക. നിശ്ചയമായും അവൻ അതിക്രമിയായിരിക്കുന്നു. فقولا له قولا لينا لعله يتذكر أو يخشى നിങ്ങൾ അവനോട് സൗമ്യമായി സംസാരിക്കുക. ഒരു വേള അവൻ ചിന്തിച്ചു മനസ്സിലാക്കിയെങ്കിലോ അല്ലെങ്കിൽ ഭക്തിയുള്ളവനായെങ്കിലോ. قال ربنا إننا نخاف أن يفرط علينا أو أن يطغى അവരിരുവരും പറഞ്ഞു, ഞങ്ങളുടെ നാഥ, ഫിർഔൻ ഞങ്ങളോട് അവിവേകമോ അതിക്രമമോ കാണിക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. قال لا تخافا إنني معكما أسمع وأرى അല്ലാഹു പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഞാൻ എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. فأتياه فقولا إنا رسولا ربك فأرسل معنا بني إسرائيل ولا تعذبهم قد جئناك بآية من ربك والسلام على من اتبع الهدى അതിനാൽ നിങ്ങൾ ഇരുവരും അവന്റെ അടുത്തു ചെന്ന് പറയുക, തീർച്ചയായും ഞങ്ങൾ നിന്റെ നാഥന്റെ ദൂതന്മാരാണ്. അതിനാൽ ഇസ്രായേൽ മക്കളെ നീ ഞങ്ങളോടൊപ്പം അയക്കുക. അവരെ പീഡിപ്പിക്കരുത്. നിന്റെ അടുത്ത് ഞങ്ങൾ വന്നത് നിന്റെ നാഥനിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകളുമായാണ്. നേർവഴിയിൽ നടക്കുന്നവർക്കാണ് സമാധാനമുണ്ടാവുക. إنا قد أوحي إلينا أن العذاب على من كذب وتولى സത്യത്തെ തള്ളിപ്പറയുകയും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷയാണുണ്ടാവുകയെന്ന് തീർച്ചയായും ഞങ്ങൾക്ക് ദിവ്യബോധനം ലഭിച്ചിരിക്കുന്നു. قال فمن ربكما يا موسى ഫിർഔൻ ചോദിച്ചു, മൂസ, അപ്പോൾ ആരാണ് നിങ്ങളുടെ ഈ രക്ഷിതാവ്? قال ربنا الذي أعطى كل شيء خلقه ثم هدى മൂസ പറഞ്ഞു, ഓരോ വസ്തുവിനും അതിന്റെ പ്രകൃതം നൽകുകയും പിന്നെ അവയ്ക്ക് വഴി കാണിക്കുകയും ചെയ്തവനാണ് ഞങ്ങളുടെ രക്ഷിതാവ്. قال فما بال القرون الأولى അയാൾ ചോദിച്ചു, അപ്പോൾ നേരത്തെ കഴിഞ്ഞുപോയ തലമുറകളുടെ സ്ഥിതിയോ? قال علمها عند ربي في كتاب لا يضل ربي ولا ينسى മൂസ പറഞ്ഞു, അതേക്കുറിച്ചുള്ള എല്ലാ വിവരവും എന്റെ നാഥന്റെ അടുക്കൽ ഒരു പ്രമാണത്തിലുണ്ട്. എന്റെ നാഥൻ ഒട്ടും പിഴവ് പറ്റാത്തവനാണ്, തീരെ മറവിയില്ലാത്തവനും. الذي جعل لكم الأرض مهدا وسلك لكم فيها سبلا وأنزل من السماء ماء فأخرجنا به أزواجا من نبات شتى നിങ്ങൾക്കായി ഭൂമിയെ തൊട്ടിലാക്കി തന്നത് അവനാണ്. അതിൽ നിങ്ങൾക്ക് നിരവധി വഴികൾ ഒരുക്കിത്തന്നതും മാനത്തുനിന്ന് മഴ പെയ്യിച്ചതും അവൻ തന്നെ.
അങ്ങനെ ആ മഴ മൂലം വിവിധയിനം സസ്യങ്ങളിലെ ഇണകളെ നാം ഉൽപ്പാദിപ്പിച്ചു. كلوا وارعوا أنعامكم إن في ذلك لآيات لأولي النهى. നിങ്ങൾ തിന്നുകൊള്ളുക, നിങ്ങളുടെ കന്നുകാലികളെ മേയ്ക്കുകയും ചെയ്യുക. വിചാരശീലർക്ക് ഇതിലെല്ലാം ധാരാളം തെളിവുകളുണ്ട്. منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى. ഇതേ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. അതിലേക്ക് തന്നെ നിങ്ങളെ നാം തിരിച്ചു കൊണ്ടുപോകും. അതിൽ നിന്നു തന്നെ നിങ്ങളെ നാം മറ്റൊരിക്കൽ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. وَلَقَدْ أَرَيْنَاهُ آيَاتِنَا كُلَّهَا فَكَذَّبَ وَأَبَى. ഫിർഔന് നാം നമ്മുടെ തെളിവുകളൊക്കെയും കാണിച്ചു കൊടുത്തു. എന്നിട്ടും അയാൾ അവയെ തള്ളിപ്പറഞ്ഞു, സത്യത്തെ നിരാകരിച്ചു. قَالَ أَجِئْتَنَا لِتُخْرِجَنَا مِنْ أَرْضِنَا بِسِحْرِكَ يَا مُوسَى. അയാൾ ചോദിച്ചു, ഓ മൂസ, നിന്റെ ജാലവിദ്യ കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണോ നീ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്? فَلَنَأْتِيَنَّكَ بِسِحْرٍ مِثْلِهِ فَاجْعَلْ بَيْنَنَا وَبَيْنَكَ مَوْعِدًا لَا نُخْلِفُهُ نَحْنُ وَلَا أَنْتَ مَكَانًا سُوًى. എന്നാൽ ഇതുപോലുള്ള ജാലവിദ്യ നിന്റെ മുന്നിൽ ഞങ്ങളും അവതരിപ്പിക്കാം. അതിനാൽ ഞങ്ങൾക്കും നിനക്കുമിടയിൽ ഒരു സമയം നിശ്ചയിക്കുക. നീയോ ഞങ്ങളോ അത് ലംഘിക്കരുത്. ഇരു കൂട്ടർക്കും സൗകര്യമുള്ള തുറന്ന മൈതാനിയിൽ വച്ചാകാം മത്സരം. قَالَ مَوْعِدُكُمْ يَوْمُ الزِّينَةِ وَأَنْ يُحْشَرَ النَّاسُ ضُحًى. മൂസ പറഞ്ഞു, അതൊരു ഉത്സവദിനമാകട്ടെ. അന്ന് പ്രഭാതശേഷമുള്ള സമയത്ത് ജനം ഒരുമിച്ചു കൂടട്ടെ. فَتَوَلَّى فِرْعَوْنُ فَجَمَعَ كَيْدَهُ ثُمَّ أَتَى. പിന്നീട് ഫിർഔൻ അവിടെ നിന്ന് പിന്മാറി തന്റെ തന്ത്രങ്ങളെല്ലാം ഒരുക്കൂട്ടി തിരികെ വന്നു. قَالَ لَهُم مُوسَى وَيْلَكُمْ لَا تَفْتَرُوا عَلَى اللَّهِ كَذِبًا فَيُسْحِتَكُم بِعَذَابٍ وَقَدْ خَابَ مَنِ افْتَرَى. മൂസ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നാശം. നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കരുത്. അങ്ങനെ ചെയ്താൽ കൊടിയ ശിക്ഷയാൽ അവൻ നിങ്ങളെ ഉന്മൂലനം ചെയ്യും. കള്ളം കെട്ടിച്ചമയ്ക്കുന്നവൻ തുലഞ്ഞതുതന്നെ തീർച്ച. فَتَنَازَعُوا أَمْرَهُم بَيْنَهُمْ وَأَسَرُّوا النَّجْوَى. ഇത് കേട്ട് അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. അവർ രഹസ്യമായി കൂടിയാലോചിക്കാൻ തുടങ്ങി. قَالُوا إِنْ هَذَانِ لَسَاحِرَانِ يُرِيدَانِ أَنْ يُخْرِجَاكُمْ مِنْ أَرْضِكُمْ بِسِحْرِهِمَا وَيَذْهَبَا بِطَرِيقَتِكُمُ الْمُثْلَى. അതിനുശേഷം അവർ പറഞ്ഞു, ഇവരിരുവരും തനി ജാലവിദ്യക്കാരാണ്. ഇവരുടെ ജാലവിദ്യയിലൂടെ നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറന്തള്ളാനും നിങ്ങളുടെ ചിട്ടയൊത്ത ജീവിതരീതി തകർക്കാനുമാണ് ഇവരുദ്ദേശിക്കുന്നത്. فَأَجْمِعُوا كَيْدَكُمْ ثُمَّ أْتُوا صَفًّا وَقَدْ أَفْلَحَ الْيَوْمَ مَنِ اسْتَعْلَى. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ തന്ത്രങ്ങളൊക്കെയും ഒരു കൂട്ടിവെക്കുക. അങ്ങനെ വലിയ സംഘടിത ശക്തിയായി രംഗത്തു വരിക. ഓർക്കുക, ആർ എതിരാളിയെ തോൽപ്പിക്കുന്നുവോ അവരിന്ന് വിജയം വരിച്ചതുതന്നെ. قَالُوا يَا مُوسَى إِمَّا أَن تُلْقِيَ وَإِمَّا أَن نَّكُونَ أَوَّلَ مَنْ أَلْقَى. ജാലവിദ്യക്കാർ പറഞ്ഞു, മൂസ, ഒന്നുകിൽ നീ വടിയെറിയുക, അല്ലെങ്കിൽ ആദ്യം ഞങ്ങൾ എറിയാം. قَالَ بَلْ أَلْقُوا فَإِذَا حِبَالُهُمْ وَعِصِيُّهُمْ يُخَيَّلُ إِلَيْهِ مِنْ سِحْرِهِمْ أَنَّهَا تَسْعَى. മൂസ പറഞ്ഞു, ഇല്ല, നിങ്ങൾ തന്നെ എറിഞ്ഞുകൊള്ളുക. അപ്പോഴതാ അവരുടെ ജാലവിദ്യയാൽ
കയറുകളും വടികളും ഇഴഞ്ഞു നീങ്ങുന്നതായി മൂസാക്ക് തോന്നിത്തുടങ്ങി. فأوجس في نفسه خيفة موسى മൂസാക്ക് മനസ്സിൽ പേടി തോന്നി. قلنا لا تخف إنك أنت الأعلى നാം പറഞ്ഞു, പേടിക്കേണ്ട, ഉറപ്പായും നീ തന്നെയാണ് അതിജയിക്കുക. وألق ما في يمينك تلقف ما صنعوا إنما صنعوا كيد ساحر ولا يفلح الساحر حيث أتى നീ നിന്റെ വലത് കൈയിലുള്ളത് നിലത്തിടുക. അവരുണ്ടാക്കിയ ജാലവിദ്യയൊക്കെയും അത് വിഴുങ്ങിക്കൊള്ളും. അവരുണ്ടാക്കിയത് ജാലവിദ്യക്കാരുടെ തന്ത്രം മാത്രമാണ്. ജാലവിദ്യക്കാർ എവിടെ ചെന്നാലും വിജയിക്കുകയില്ല. فألقي السحرة سجدا قالوا آمنا برب هارون وموسى അവസാനം ജാലവിദ്യക്കാരെല്ലാം സുജൂദ് ചെയ്തു. അവർ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഹാറൂന്റെയും മൂസായുടെയും നാഥനിൽ വിശ്വസിച്ചിരിക്കുന്നു. قال آمنتم له قبل أن آذن لكم إنه لكبيركم الذي علمكم السحر فلأقطعن أيديكم وأرجلكم من خلاف ولأصلبنكم في جذوع النخل ولتعلمن أينا أشد عذابا وأبقى ഫിർഔൻ പറഞ്ഞു, ഞാൻ അനുമതി തരും മുമ്പേ നിങ്ങൾ അവനിൽ വിശ്വസിച്ചോ? തീർച്ചയായും നിങ്ങളെ ജാലവിദ്യ പഠിപ്പിച്ച നിങ്ങളുടെ നേതാവാണവൻ. നിങ്ങളുടെ കൈകാലുകൾ എതിർവശങ്ങളിൽ നിന്നായി ഞാൻ കുത്തിമുറിക്കും. ഈന്തപ്പനത്തടികളിൽ നിങ്ങളെ ക്രൂശിക്കും. നമ്മിലാരാണ് ഏറ്റവും കഠിനവും നീണ്ടുനിൽക്കുന്നതുമായ ശിക്ഷ നടപ്പാക്കുന്നവരെന്ന് അപ്പോൾ നിങ്ങൾ അറിയും തീർച്ച. قالوا لن نؤثرك على ما جاءنا من البينات والذي فطرنا فاقض ما أنت قاض إنما تقضي هذه الحياة الدنيا അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വന്നെത്തിയ വ്യക്തമായ തെളിവുകളെക്കാളും ഞങ്ങളെ സൃഷ്ടിച്ചവനേക്കാളും ഞങ്ങൾ ഒരിക്കലും നിനക്ക് പ്രാധാന്യം കൽപ്പിക്കുകയില്ല. അതിനാൽ നീ വിധിക്കുന്നതെന്തോ അത് വിധിച്ചുകൊള്ളുക. ഈ ഐഹിക ജീവിതത്തിൽ മാത്രമേ നിന്റെ വിധി നടക്കുകയുള്ളൂ. إنا آمنا بربنا ليغفر لنا خطايانا وما أكرهتنا عليه من السحر والله خير وأبقى ഞങ്ങൾ ഞങ്ങളുടെ നാഥനിൽ പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുന്നു. അവൻ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നേക്കാം. നീ ഞങ്ങളെ നിർബന്ധിച്ച് ചെയ്യിച്ച ഈ ജാലവിദ്യയുടെ കുറ്റവും മാപ്പാക്കിയേക്കാം. അല്ലാഹുവാണ് ഏറ്റവും നല്ലവൻ, എന്നെന്നും നിലനിൽക്കുന്നവനും അവൻ തന്നെ. ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമൻ ഫഇന്ന ലഹു ജഹന്നമ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. എന്നാൽ കുറ്റവാളിയായി തന്റെ നാഥന്റെ അടുത്തെത്തുന്നവനുണ്ടാവുക നരകത്തീയാണ്. അതിലവൻ മരിക്കുകയില്ല, ജീവിക്കുകയുമില്ല. ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلى. സത്യവിശ്വാസം സ്വീകരിച്ച് സൽപ്രവർത്തനങ്ങൾ ചെയ്ത് അവന്റെ അടുത്തെത്തുന്നവർക്ക് ഉന്നതമായ പദവികളുണ്ട്. جنات عدن تجري من تحتها الأنهار خالدين فيها وذلك جزاء من تزكى. സ്ഥിരവാസത്തിനുള്ള സ്വർഗീയാരാമങ്ങൾ, അതിന്റെ താഴ്ഭാഗത്തൂടെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കും. അവരതിൽ നിത്യവാസികളായിരിക്കും.
വിശുദ്ധി വരിച്ചവർക്കുള്ള പ്രതിഫലമിതാണ്. وَلَقَدْ أَوْحَيْنَا إِلَى مُوسَى أَنْ أَسْرِ بِعِبَادِي فاضرب لهم طريقا في البحر يبسا لا تخاف دركا ولا تخشى. മൂസാക്കു നാം ഇങ്ങനെ ബോധനം നൽകി, എന്റെ ദാസന്മാരെയും കൂട്ടി നീ രാത്രി പുറപ്പെടുക. എന്നിട്ട് അവർക്കായി കടലിൽ വെള്ളം വറ്റി ഉണങ്ങിയ വഴി ഒരുക്കിക്കൊടുക്കുക. ആരും നിന്നെ പിടികൂടുമെന്ന് പേടിക്കേണ്ട, ഒട്ടും പരിഭ്രമിക്കുകയും വേണ്ട. فأتبعهم فرعون بجنوده فغشيهم من اليم ما غشيهم. അപ്പോൾ ഫിർഔൻ തന്റെ സൈന്യത്തെയും കൂട്ടി അവരെ പിന്തുടർന്നു. എന്നിട്ടോ കടൽ അവരെ മുക്കേണ്ട മട്ടിൽ അങ്ങ് മുക്കി. وأضل فرعون قومه وما هدى. ഫിർഔൻ തന്റെ ജനതയെ വഴികേടിലാക്കി, അവൻ അവരെ നേർവഴിയിൽ നയിച്ചില്ല. يا بني إسرائيل قد أنجيناكم من عدوكم وواعدناكم جانب الطور الأيمن ونزلنا عليكم المن والسلوى. ഇസ്രയേൽ മക്കളെ, നാം നിങ്ങളെ നിങ്ങളുടെ ശത്രുവിൽ നിന്ന് മോചിപ്പിച്ചു. തൂർ പർവ്വതത്തിന്റെ വലതുഭാഗത്ത് നിങ്ങൾ വന്നെത്തേണ്ടതെപ്പോഴെന്ന് നാം നിശ്ചയിച്ചറിയിച്ചു തന്നു. നിങ്ങൾക്ക് മന്നും സൽവായും ഇറക്കിത്തന്നു. كلوا من طيبات ما رزقناكم ولا تطغوا فيه فيحل عليكم غضبي ومن يحلل عليه غضبي فقد هوى. നാം നിങ്ങൾക്ക് നൽകിയ വിശിഷ്ട വിഭവങ്ങളിൽ നിന്ന് ആഹരിച്ചുകൊള്ളുക. എന്നാൽ നിങ്ങളതിൽ അതിര് കവിയരുത്. അങ്ങനെ സംഭവിച്ചാൽ എന്റെ കോപം നിങ്ങളിലുണ്ടാകും. എന്റെ കോപത്തിനിരയാകുന്നവൻ തുലഞ്ഞതുതന്നെ. وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى. പശ്ചാത്തപിക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അങ്ങനെ നേർവഴിയിൽ നിലകൊള്ളുകയും ചെയ്യുന്നവർക്ക് നാം അവരുടെ പാപങ്ങൾ പൂർണ്ണമായും പൊറുത്തുകൊടുക്കും. وما أعجلك عن قومك يا موسى. അല്ലാഹു ചോദിച്ചു, മൂസ, നീ നിന്റെ ജനത്തെ വിട്ടേച്ച് ധൃതിപ്പെട്ട് ഇവിടെ വരാൻ കാരണം? قال هم أولئك على أثري وعجلت إليك رب لترضى. അദ്ദേഹം പറഞ്ഞു, അവരിതാ എന്റെ പിറകിൽ തന്നെയുണ്ട്. ഞാൻ നിന്റെ അടുത്ത് ധൃതിപ്പെട്ടു വന്നത് നാഥ, നീ എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടി മാത്രമാണ്. قال فإنا قد فتنا قومك من بعدك وأضلهم السامري. അല്ലാഹു പറഞ്ഞു, എന്നാൽ അറിയുക, നീ പോന്ന ശേഷം നിന്റെ ജനതയെ നാം പരീക്ഷണ വിധേയരാക്കി. സാമിരി അവരെ വഴിപിഴപ്പിച്ചിരിക്കുന്നു. فرجع موسى إلى قومه غضبان أسفا قال يا قوم ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم فأخلفتم موعدي. മൂസ അത്യന്തം കുപിതനും ദുഃഖിതനുമായി തന്റെ ജനതയിലേക്ക് മടങ്ങിച്ചെന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് നല്ല വാഗ്ദാനം നൽകിയിരുന്നില്ലേ? എന്നിട്ട് കാലമേറെ നീണ്ടുപോയോ? അതല്ലെങ്കിൽ നിങ്ങളുടെ നാഥന്റെ കോപം നിങ്ങളിൽ വന്നു പതിക്കണമെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചു. അങ്ങനെ നിങ്ങൾ എന്നോടുള്ള വാഗ്ദാനം ലംഘിക്കുകയായിരുന്നു. قالوا ما أخلفنا موعدك بملكنا ولكننا حملنا أوزارا من زينة القوم فقذفناها فكذلك ألقى السامري. അവർ പറഞ്ഞു, അങ്ങയോടുള്ള വാഗ്ദാനം ഞങ്ങൾ സ്വയം ആഗ്രഹിച്ചു ലംഘിച്ചതല്ല. എന്നാൽ
വന്നു ഭവിച്ചതങ്ങനെയാണ്. ഈ ജനതയുടെ ആഭരണങ്ങളുടെ ചുമടുകൾ ഞങ്ങൾ വഹിക്കേണ്ടി വന്നിരുന്നുവല്ലോ. ഞങ്ങളത് തീയിലെറിഞ്ഞു. അപ്പോൾ അതേപ്രകാരം സാമിരിയും അത് തീയിലിട്ടു. فأخرج لهم عجلا جسدا له خوار فقالوا هذا إلهكم وإله موسى فنسي. സാമിരി അവർക്ക് അതുകൊണ്ട് മുക്രയിടുന്ന ഒരു കാളക്കിടാവിന്റെ രൂപമുണ്ടാക്കിക്കൊടുത്തു. അപ്പോൾ അവരന്യോന്യം പറഞ്ഞു, ഇതാകുന്നു നിങ്ങളുടെ ദൈവം, മൂസയുടെ ദൈവവും ഇതുതന്നെ. മൂസ ഇത് മറന്നുപോയതാണ്. أفلا يرون ألا يرجع إليهم قولا ولا يملك لهم ضرا ولا نفعا. എന്നാൽ ആ കാളക്കിടാവ് ഒരു മറുവാക്കുപോലും ശബ്ദിക്കുന്നില്ലെന്നും അവർക്കൊരുവിധ ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ അതിന് കഴിയില്ലെന്നും അവർക്കെന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല? وَلَقَدْ قَالَ لَهُمْ هَارُونُ مِنْ قَبْلُ يَا قَوْمِ إِنَّمَا فُتِنْتُمْ بِهِ وَإِنَّ رَبَّكُمُ الرَّحْمَنُ فَاتَّبِعُونِي وَأَطِيعُوا أَمْرِي. ഹാറൂൻ നേരത്തെ തന്നെ അവരോടിങ്ങനെ പറഞ്ഞിരുന്നു, എന്റെ ജനമേ, ഈ കാളക്കിടാവ് വഴി നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണ്. നിങ്ങളുടെ നാഥൻ പരമകാരുണികനാണ്. അതിനാൽ നിങ്ങൾ എന്നെ പിൻപറ്റുക, എന്റെ കൽപ്പനയനുസരിക്കുക. قالوا لن نبرح عليه عاكفين حتى يرجع إلينا موسى. അവർ പറഞ്ഞു, മൂസ ഞങ്ങളുടെ അടുത്ത് മടങ്ങിയെത്തും വരെ ഞങ്ങൾ ഇതിനെ തന്നെ പൂജിച്ചുകൊണ്ടേയിരിക്കും. قال يا هارون ما منعك إذ رأيتهم ضلوا ألا تتبعني أفعصيت أمري. മൂസ ചോദിച്ചു, ഹാറൂനെ, ഇവർ പിഴച്ചു പോകുന്നത് കണ്ടപ്പോൾ എന്നെ പിന്തുടരുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞതെന്ത്? നീ എന്റെ കൽപ്പന ധിക്കരിക്കുകയായിരുന്നു. قال يا ابن أم لا تأخذ بلحيتي ولا برأسي إني خشيت أن تقول فرقت بين بني إسرائيل ولم ترقب قولي. ഹാറൂൻ പറഞ്ഞു, എന്റെ മാതാവിന്റെ മകനെ, നീ എന്റെ താടിയും തലമുടിയും പിടിച്ചു വലിക്കല്ലേ. നീ ഇസ്രായേൽ മക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി എന്റെ വാക്കിന് കാത്തിരുന്നില്ല എന്ന് നീ പറയുമെന്ന് ഞാൻ ഭയപ്പെട്ടു. قال فما خطبك يا سامري. മൂസ ചോദിച്ചു, സ്വാമിരി, നിന്റെ നിലപാടെന്താണ്? قال بصرت بما لم يبصروا به فقبضت قبضة من أثر الرسول فنبذتها وكذلك سولت لي نفسي. സാമിരി പറഞ്ഞു, ഇവർ കാണാത്ത ചിലത് ഞാൻ കണ്ടു. അങ്ങനെ ദൈവദൂതന്റെ കാൽപ്പാടിൽ നിന്ന് ഞാൻ ഒരു പിടി മണ്ണെടുത്തു. എന്നിട്ട് ഞാനത് താഴെയിട്ടു. അങ്ങനെ ചെയ്യാനാണ് എന്റെ മനസ്സെന്നോട് മന്ത്രിച്ചത്. قال فاذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه وانظر إلى إلهك الذي ظلت عليه عاكفا لنحرقنه ثم لننسفنه في اليم نسفا. മൂസ പറഞ്ഞു, എങ്കിൽ നിനക്ക് പോകാം. ഇനി ജീവിതകാലം മുഴുവൻ നീ എന്നെ തുടരുതേയെന്ന് വിലപിച്ചു കഴിയേണ്ടി വരും. ഉറപ്പായും നിനക്കൊരു നിശ്ചിത അവധിയുണ്ട്, അതൊരിക്കലും ലംഘിക്കപ്പെടുകയില്ല. നീ പൂജിച്ചുകൊണ്ടിരുന്ന നിന്റെ ദൈവത്തെ നോക്കൂ. നിശ്ചയമായും നാം അതിനെ ചുട്ടുകരിക്കുക തന്നെ ചെയ്യും. പിന്നെ നാം അതിനെ ചാരമാക്കി കടലിൽ വിതറും. إنما إلهكم الله الذي لا إله إلا هو وسع كل شيء علما. നിങ്ങളുടെ ദൈവം അല്ലാഹു മാത്രമാണ്. അവനല്ലാതെ ദൈവമില്ല. അവന്റെ അറിവ് സകലതിനെയും ഉൾക്കൊള്ളും വിധം വിശാലമാണ്.
كذلك نقص عليك من أنباء ما قد سبق وقد آتيناك من لدنا ذكرا. ഇങ്ങനെ മുമ്പ് കഴിഞ്ഞുപോയ സംഭവങ്ങളുടെ വിവരങ്ങളൊക്കെ നാം നിനക്ക് വിശദീകരിച്ചു തരുന്നു. തീർച്ചയായും നാം നിനക്ക് നമ്മിൽ നിന്നുള്ള ഈ ഖുർആനാകുന്ന ഉദ്ബോധനം നൽകിയിരിക്കുന്നു. من أعرض عنه فإنه يحمل يوم القيامة وزرا. അതിനെ അവഗണിക്കുന്നവൻ ഉറപ്പായും ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ പാപഭാരം പേറേണ്ടി വരും. خالدين فيه وساء لهم يوم القيامة حملا. അവർ അതുമായി എന്നെന്നും കഴിയേണ്ടി വരും. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ ആ ഭാരം അവർക്ക് ഏറെ ദുസ്സഹമായിരിക്കും. يوم ينفخ في الصور ونحشر المجرمين يومئذ زرقا. കാഹളം വിളി മുഴങ്ങുന്ന ദിനം, അന്ന് നാം കുറ്റവാളികളെ കണ്ണുനീലിച്ചവരായി ഒരുമിച്ചു കൂട്ടും. يتخافتون بينهم إن لبثتم إلا عشرا. അന്ന് അവർ അന്യോന്യം പിറുപിറുക്കും, ഭൂമിയിൽ നിങ്ങൾ 10 നാളല്ലാതെ കഴിഞ്ഞു കാണില്ല. نحن أعلم بما يقولون إذ يقول أمثلهم طريقة إن لبثتم إلا يوما. അവരെന്താണ് പിറുപിറുത്തുകൊണ്ടിരിക്കുന്നതെന്ന് നന്നായി അറിയുന്നവൻ നാമാണ്. അവരിലെ ഏറ്റവും ന്യായമായ നിലപാടുകാരൻ പറയും, നിങ്ങൾ ഒരു ദിവസമേ അവിടെ താമസിച്ചിട്ടുള്ളൂ. അതും നാം അറിയുന്നു. ويسألونك عن الجبال فقل ينسفها ربي نسفا. അന്നെന്തായിരിക്കും പർവ്വതങ്ങളുടെ സ്ഥിതിയെന്ന് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, എന്റെ നാഥൻ അവയെ പൊടിയാക്കി പറത്തിക്കളയും. فيذرها قاعا صفصفا. അങ്ങനെ അവൻ അതിനെ നിരന്ന മൈതാനിയാക്കും. لا ترى فيها عوجا ولا أمتا. അന്ന് അവിടെ നിനക്ക് കയറ്റിറക്കങ്ങൾ കാണാനാവില്ല. يومئذ يتبعون الداعي لا عوج له وخشعت الأصوات للرحمن فلا تسمع إلا همسا. അന്ന് അവർ ഒരു വിളിയാളനെ ഒട്ടും സങ്കോചമില്ലാതെ പിന്തുടരും. സകല ശബ്ദവും പരമകാരുണികനായ അല്ലാഹുവിന് കീഴൊതുങ്ങും. അതിനാൽ നേർത്ത ശബ്ദമല്ലാതൊന്നും നീ കേൾക്കുകയില്ല. يومئذ لا تنفع الشفاعة إلا من أذن له الرحمن ورضي له قولا. അന്ന് ശുപാർശ ഉപകരിക്കുകയില്ല. പരമകാരുണികനായ അല്ലാഹു ആർക്കുവേണ്ടി അതിനനുമതി നൽകുകയും ആരുടെ വാക്ക് തൃപ്തിപ്പെടുകയും ചെയ്യുന്നുവോ അവർക്കല്ലാതെ. يعلم ما بين أيديهم وما خلفهم ولا يحيطون به علما. അവരുടെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നു. അവരോ അതേക്കുറിച്ച് ഒന്നും അറിയുന്നില്ല. وعنت الوجوه للحي القيوم وقد خاب من حمل ظلما. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നോക്കി നടത്തുന്നവനുമായ അല്ലാഹുവിന് സകല മനുഷ്യരും അന്ന് കീഴൊതുങ്ങും. അക്രമത്തിന്റെ പാപഭാരം പേറി വന്നവർ അന്ന് തുലഞ്ഞതു തന്നെ. ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما. എന്നാൽ സത്യവിശ്വാസിയായി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവൻ അക്രമത്തെയോ അനീതിയെയോ അല്പവും ഭയപ്പെടേണ്ടി വരില്ല. وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا. ഇങ്ങനെ നാം ഇതിനെ അറബി ഭാഷയിലുള്ള ഖുർആനായി ഇറക്കി തന്നിരിക്കുന്നു. നാം ഇതിൽ പലതരം താക്കീതുകൾ നൽകിയിരിക്കുന്നു. ഒരു വേള ഇക്കൂട്ടർ സൂക്ഷ്മതയുള്ളവരായെങ്കിലോ അല്ലെങ്കിൽ ഇവർ കാര്യബോധമുള്ളവരായെങ്കിലോ
فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما. സാക്ഷാൽ അധിപതിയായ അല്ലാഹു അത്യുന്നതനാണ്. ഖുർആൻ നിനക്ക് ബോധനം നൽകി കഴിയും മുമ്പേ നീ അത് വായിക്കാൻ ധൃതി കാണിക്കരുത്. നീ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക: എന്റെ നാഥ, എനിക്ക് നീ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരേണമേ. وَلَقَدْ عَهِدْنَا إِلَى آدَمَ مِنْ قَبْلُ فَنَسِيَ وَلَمْ نَجِدْ لَهُ عَزْمًا. നാം ഇതിനു മുമ്പ് ആദമിനോടും കരാർ ചെയ്തിരുന്നു, പക്ഷേ അദ്ദേഹം അത് മറന്നു. അദ്ദേഹത്തെ നാം ഇച്ഛാശക്തിയുള്ളവനായി കണ്ടില്ല. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى. നാം മലക്കുകളോട് പറഞ്ഞതോർക്കുക: നിങ്ങൾ ആദമിന് സാഷ്ടാംഗം പ്രണമിക്കുക. അപ്പോൾ അവരെല്ലാം പ്രണമിച്ചു, ഇബ്ലീസ് ഒഴികെ. അവൻ വിസമ്മതിച്ചു. فَقُلْنَا يَا آدَمُ إِنَّ هَذَا عَدُوٌّ لَكَ وَلِزَوْجِكَ فَلَا يُخْرِجَنَّكُمَا مِنَ الْجَنَّةِ فَتَشْقَى. അപ്പോൾ നാം പറഞ്ഞു: ആദമേ, തീർച്ചയായും അവൻ നിന്റെയും നിന്റെ ഇണയുടെയും ശത്രുവാണ്. അതിനാൽ അവൻ നിങ്ങൾ ഇരുവരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ഇടവരാതിരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാൽ നീ കഷ്ടപ്പെടുന്നവനായിത്തീരും. إِنَّ لَكَ أَلَّا تَجُوعَ فِيهَا وَلَا تَعْرَى. തീർച്ചയായും നിനക്കിവിടെ വിശപ്പറിയാതെയും നഗ്നനാകാതെയും കഴിയാനുള്ള സൗകര്യമുണ്ട്. وَأَنَّكَ لَا تَظْمَأُ فِيهَا وَلَا تَضْحَى. ദാഹം അനുഭവിക്കാതെയും ചൂടേൽക്കാതെയും ജീവിക്കാം. فوسوس إليه الشيطان قال يا آدم هل أدلك على شجرة الخلد وملك لا يبلى. എന്നാൽ പിശാച് അദ്ദേഹത്തിന് ഇങ്ങനെ ദുർബോധനം നൽകി: ആദമേ, താങ്കൾക്ക് നിത്യജീവിതവും അന്യൂനമായ ആധിപത്യവും നൽകുന്ന ഒരു വൃക്ഷം കാണിച്ചു തരട്ടെയോ? فأكلا منها فبدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وعصى آدم ربه فغوى. അങ്ങനെ അവരിരുവരും ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു. അതോടെ അവർക്കിരുവർക്കും തങ്ങളുടെ നഗ്നത വെളിവായി. ഇരുവരും സ്വർഗത്തിലെ ഇലകൾ കൊണ്ട് തങ്ങളെ പൊതിയാൻ തുടങ്ങി. ആദം തന്റെ നാഥനെ ധിക്കരിച്ചു, അങ്ങനെ പിഴച്ചുപോയി. ثم اجتباه ربه فتاب عليه وهدى. പിന്നീട് തന്റെ നാഥൻ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു, അദ്ദേഹത്തിന്റെ പശ്ചാത്താപം സ്വീകരിച്ചു, അദ്ദേഹത്തെ നേർവഴിയിൽ നയിച്ചു. قال اهبطا منها جميعا بعضكم لبعض عدو فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يشقى. അല്ലാഹു ആജ്ഞാപിച്ചു: നിങ്ങൾ ഇരുകൂട്ടരും ഒന്നിച്ച് ഇവിടെ നിന്നിറങ്ങിപ്പോകണം. നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരിക്കും. എന്നാൽ എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ ആരത് പിൻപറ്റുന്നുവോ അവൻ വഴി പിഴക്കുകയില്ല, ഭാഗ്യം കെട്ടവനാവുകയുമില്ല. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. എന്റെ ഉദ്ബോധനത്തെ അവഗണിക്കുന്നവന് ഈ ലോകത്ത് ഇടുങ്ങിയ ജീവിതമാണുണ്ടാവുക. പുനരുത്ഥാന നാളിൽ നാം അവനെ കണ്ണുപൊട്ടനായാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക. قال رب لم حشرتني أعمى وقد كنت بصيرا. അപ്പോൾ അവൻ പറയും: എന്റെ നാഥ, നീ എന്തിനാണ് എന്നെ കണ്ണുപൊട്ടനാക്കി ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ഞാൻ കാഴ്ചയുള്ളവനായിരുന്നുവല്ലോ. قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹു പറയും: ശരിയാണ്, നമ്മുടെ പ്രമാണങ്ങൾ നിനക്ക് വന്നെത്തിയിരുന്നു.
അപ്പോൾ നീ അവയെ വിസ്മരിച്ചു. അவ்விധം ഇന്ന് നീയും വിസ്മരിക്കപ്പെടുകയാണ്. وكذلك نجزي من أسرف ولم يؤمن بآيات ربه ولعذاب الآخرة أشد وأبقى. അതിര് കവിയുകയും തന്റെ നാഥന്റെ വചനങ്ങളിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തവർക്ക് നാം ഇவ்விധമാണ് പ്രതിഫലം നൽകുക. പരലോക ശിക്ഷ കൂടുതൽ കഠിനവും ദീർഘവുമാണ്. أفلم يهد لهم كم أهلكنا قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات لأولي النهى. ഇവർക്ക് മുമ്പ് എത്രയോ തലമുറകളെ നാം നിശേഷം നശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ വാസസ്ഥലങ്ങളിലൂടെയാണ് ഇവരിന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇതൊന്നും ഇവർക്ക് മാർഗദർശകമാകുന്നില്ലേ? തീർച്ചയായും വിചാരമതികൾക്ക് ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ولولا كلمة سبقت من ربك لكان لزاما وأجل مسمى. നിന്റെ നാഥനിൽ നിന്നുള്ള തീരുമാന വിളംബരം നേരത്തെ ഉണ്ടാവുകയും അതിന് കാലാവധി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇവർക്കും ശിക്ഷ അനിവാര്യമാകുമായിരുന്നു. فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل غروبها ومن آناء الليل فسبح وأطراف النهار لعلك ترضى. അതിനാൽ ഇവർ പറയുന്നതൊക്കെ ക്ഷമിക്കുക. സൂര്യോദയത്തിനും അസ്തമയത്തിനും മുമ്പ് നിന്റെ നാഥനെ സ്തുതിച്ച് അവന്റെ വിശുദ്ധി വാഴ്ത്തുക. രാവിന്റെ ചില നേരങ്ങളിലും പകലിന്റെ രണ്ടറ്റങ്ങളിലും അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക. നിനക്ക് സംതൃപ്തി ലഭിച്ചേക്കാം. ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى. മനുഷ്യരിൽ വിവിധ വിഭാഗങ്ങൾക്ക് നാം നൽകിയ ഐഹിക സുഖാഡംബരങ്ങളിൽ നീ കണ്ണുവെക്കരുത്. അതിലൂടെ നാം അവരെ പരീക്ഷിക്കുകയാണ്. നിന്റെ നാഥന്റെ ഉപജീവനമാണ് ഉത്കൃഷ്ടം, നിലനിൽക്കുന്നതും അതുതന്നെ. وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. നിന്റെ കുടുംബത്തോട് നീ നമസ്കരിക്കാൻ കൽപ്പിക്കുക. നീ അതിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. നാം നിന്നോട് ജീവിത വിഭവമൊന്നും ആവശ്യപ്പെടുന്നില്ല, മറിച്ച് നിനക്ക് ജീവിത വിഭവം നൽകുന്നത് നാമാണ്. സൂക്ഷ്മതയ്ക്കാണ് ശുഭാന്ത്യം. وقالوا لولا يأتينا بآية من ربه أولم تأتهم بينة ما في الصحف الأولى. അവർ ചോദിക്കുന്നു, ഇയാൾ തന്റെ നാഥനിൽ നിന്ന് ദൈവികമായ അടയാളമൊന്നും കൊണ്ടുവരാത്തതെന്ത്? പൂർവവേദങ്ങളിലെ വ്യക്തമായ തെളിവുകളൊന്നും അവർക്ക് വന്നു കിട്ടിയിട്ടില്ലേ? ولو أنا أهلكناهم بعذاب من قبله لقالوا ربنا لولا أرسلت إلينا رسولا فنتبع آياتك من قبل أن نذل ونخزى. ഇതിനു മുമ്പ് വല്ല കടുത്ത ശിക്ഷയും നൽകി നാം ഇവരെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ ഇവർ തന്നെ പറയുമായിരുന്നു, ഞങ്ങളുടെ നാഥ, നീ എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു ദൂതനെ അയച്ചു തന്നില്ല? എങ്കിൽ ഞങ്ങൾ അപമാനിതരും പറ്റേ നിന്ദ്യരുമാകും മുമ്പേ നിന്റെ വചനങ്ങളെ പിൻപറ്റുമായിരുന്നുവല്ലോ. قل كل متربص فتربصوا فستعلمون من أصحاب الصراط السوي ومن اهتدى. പറയുക, എല്ലാവരും അന്തിമമായ തീരുമാനം കാത്തിരിക്കുന്നവരാണ്. നിങ്ങളും കാത്തിരിക്കുക. നേർവഴിയിൽ നീങ്ങുന്നവർ ആരെന്നും സന്മാർഗം പ്രാപിച്ചവർ ആരെന്നും ഏറെ വൈകാതെ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും.